100 അല്ലേ, ഒരു 10-20 കാണും. മതി. ഇനി ഒന്നുകൂടെ അയച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ പൊടിയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. നമുക്ക് ഈ പെട്ടിക്കകത്ത് നമുക്ക് മെഴുകൊക്കെ തേക്കുകയും ചെയ്യണം, ഇതിൻ്റെ വാതിൽ പിടിപ്പിക്കുകയും ചെയ്യണം. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നത്. അതിന് നമുക്കൊരു ചെറിയ ഇതുപോലെ മെഴുകെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി കൊടുക്കുക. ഇത് പൊത്തുള്ളതുകൊണ്ട് തന്നെ അകത്തോട്ട് തള്ളി കയറ്റി കഴിഞ്ഞാൽ അതിനകത്തൊരിക്കും. അതുപോലെ നമ്മൾ പെട്ടിയുടെ പലകയുടെ എൻഡിൽ ഇതുപോലെ നമ്മൾ മെഴുക് വെച്ച് കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടി ശരിക്ക് സെറ്റാകുന്നതിനും വിടവുകൾ ഒന്നും എല്ലാം അടഞ്ഞു പോകുന്നതിനാണ്. അതിനുശേഷം നമുക്ക് ഒരു കമ്പിയുടെ കഷ്ണം എടുത്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക, തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പം അവിടെ നല്ല എൻട്രൻസ് വാതിൽ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു എൻട്രൻസ് വാതിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് പെട്ടിയുടെ അകത്ത് കുറച്ച് മെഴുകുകൾ വെച്ച് കൊടുക്കണം. ഈ മെഴുകുകൾ എങ്ങനെ വെച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈച്ചയ്ക്ക് ഇതിനകത്ത് കാലുകളും ഒക്കെ പിടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെറുതേനീച്ച പലപ്പോഴും കാലിൽ ആണ് അവരുടെ മുട്ടയും എല്ലാം അവർ ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കാലിൽ ഉറപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ മുട്ടകളൊക്കെ എന്തെങ്കിലും തേനൊക്കെ വന്ന് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കാലിൽ പിടിപ്പിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് പെട്ടെന്ന് മെഴുകൊന്നും നമ്മൾ വെച്ച് കൊടുത്തതിനകത്ത് വേഗത്തിൽ എടുത്തുകൊണ്ട് വരാനൊന്നും സാധിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രം നമുക്ക് വാങ്ങിയിട്ട് നമുക്ക് തേയെടുക്കാൻ ഉപയോഗിക്കാം. ഇത് സാധാരണ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ അടിവശം കളഞ്ഞിട്ട് ഞാൻ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഇതുപോലെ നമുക്ക് നെറ്റ് മേടിക്കാൻ കിട്ടും. ഈ കൊതുക് വലയുടെ അല്ലാതെ ഈ ഹെയർ ഹോൾസിലടിക്കുന്ന നെറ്റ് മേടിച്ചിട്ട് ഇത് മടക്കിയിട്ട് രണ്ടായിട്ട് നമുക്ക് ഈ പാത്രത്തിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ ആണ് മെഴുകും കാര്യങ്ങളൊക്കെ ഇടുന്നത്. നമ്മൾ ഈ വല പിടിക്കത്തും മാത്രമില്ല, നല്ല അരിച്ച തേൻ താഴോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നല്ല വൃത്തിയുള്ള തേനായി നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഇതുപോലൊരു വീവയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈച്ച നമ്മളെ കടിക്കത്തില്ല. നമുക്ക് വളരെ സുരക്ഷമായി നമുക്ക് തേനീച്ചപ്പെട്ടി തുറക്കാനൊക്കെ സാധിക്കും. ഇനി നമുക്ക് ഈ പൈപ്പ് ഒന്ന് പതുക്കെ ഇളക്കി നമുക്ക് പരിശോധിക്കാം. ഈ സ്റ്റാൻഡ് നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കുക. കാരണം ഇത് വൻതേനീച്ചപ്പെട്ടി വെച്ചിരുന്ന സ്റ്റാൻഡിൽ വന്ന് ഈച്ച വന്ന് കൂടിയതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഇതുപോലെ മെഴുകൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇത് വളരെ ശ്രദ്ധാപൂർവം നമുക്ക് ഇളക്കി മാറ്റാം. ഇതുപോലെ ഒരു ആയുധമോ വാക്കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് ഇളക്കി മാറ്റാം. ഇത് വീണ്ടും നമുക്ക് കെണിക്കൂടായിട്ട് വെക്കാനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മൾ മുറിക്കുന്ന സമയത്ത് ഇത്രയും താത്ത് മുറിച്ചതുകൊണ്ട് കുറേ പൊടി ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടമാനം പിടിക്കാതെ തന്നെ ചെയ്യുമായിരുന്നെങ്കിൽ ഇത്രയും പൊടി കയറത്തില്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് പൊടി കയറിയതെല്ലാം ഞാൻ ഊതി വൃത്തിയാക്കുകയാണ്. കാരണം ഇങ്ങനെ ഊതി കഴിയുമ്പോൾ തന്നെ പൊടിയെല്ലാം പോകുന്നത് കാണാൻ സാധിക്കും. ഒരുപാട് പൊടി ഇതിനകത്ത് വന്നു. അത് നമുക്ക് വിടിയിക്കാതെ തന്നെ ഇതിൻ്റെ അകത്തോട്ട് അത്രയും വിടിയിക്കേണ്ടതായിരുന്നു. അതിനുശേഷം നമുക്ക് മുട്ട ഇതുപോലെ കത്തി ഉപയോഗിച്ച് ഇളക്കി മാറ്റാം. ഇനി നമുക്ക് ഈ പെട്ടിക്കുള്ളിലേക്ക് പെട്ടിയുടെ ഫ്രണ്ട് വശത്തായിട്ട് വേണം വെക്കാൻ. ആദ്യം നമ്മൾ പൂമ്പൊടി ഉണ്ടെങ്കിൽ പൂമ്പൊടി സെറ്റ് ചെയ്യണം. അതിന് സ്വല്പം ഇട വിട്ടിട്ട് വേണം വെക്കാൻ. പൂമ്പൊടി പിന്നീട് നമുക്ക് കിട്ടിയാലും വെക്കാം. ഇതിനകത്ത് പൂമ്പൊടി വളരെ കുറവാണ്. ചില സെറ്റുകൾക്കകത്ത് പൂമ്പൊടി കുറഞ്ഞ സെറ്റുകളുമുണ്ട്. ചില സെറ്റുകൾക്ക് പൂമ്പൊടി ധാരാളം വെക്കും. ഇത് അതിൻ്റെ അകത്തൊരു റാണിമുട്ട ഇപ്പോൾ കാണാം. ഞാൻ ഈ കമ്പി കൊണ്ട് കാണിക്കുന്നതാണ് റാണിമുട്ട. ഇത് കണ്ടോ, ഈ റാണിമുട്ട ഉള്ളതുകൊണ്ട് തന്നെ ഈ സെറ്റ് വിജയിക്കും. കാരണം എന്താ വെച്ചാൽ റാണിയെ ഇതിനകത്ത് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ റാണിമുട്ട വിരിഞ്ഞ് വരുമ്പോൾ ആ സെറ്റ് വിജയിച്ചുകൊള്ളും. അതല്ല നമുക്കിതിനകത്ത് റാണിയെ കാണുകയാണെങ്കിൽ ഇത് രണ്ടായിട്ട് നമുക്ക് തിരിച്ച് വെക്കാവുന്നതാണ്. മുട്ടയിലുള്ള പൊടികളെല്ലാം നമ്മൾ ഊതി വൃത്തിയാക്കി വെക്കണം. ഇനി ബാക്കി മുട്ടയും കൂടെ നമുക്ക് ഇളക്കി എടുത്ത് വെക്കേണ്ടതുണ്ട്. മുട്ടകൾ പരമാവധി തന്നെ നമുക്ക് ഇളക്കി വെക്കാം.
ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇതാ ഒരു ഗെയിനീച്ച ഓടി കിടക്കുന്നത് കാണാം. ആ ഗെയിനീച്ച നമുക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. ഞാൻ ഈ കമ്പി പിടിച്ച ഭാഗത്ത് ആണ് ഗെയിനീച്ചകൾ. ഗെയിനീച്ച എന്ന് പറഞ്ഞ ഒരു വലിയ ഈച്ചയാണ്. റാണിയെപ്പോലെ തന്നെ ഇരിക്കും. അതിന് വയറും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു മുഴുത്ത ഈച്ചയായിട്ട് മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ. അത് പിന്നീട് ഇണ ചേർന്ന് കഴിയുമ്പോൾ അത് റാണി ഈച്ചയായിട്ട് മാറിക്കൊള്ളും. അതുവരെ ആ കൂട്ടിലത് ഉണ്ടാകും. അപ്പം ആ ഗെയിനീച്ചനെ നമ്മൾ പിടിച്ച് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ റാണിമുട്ടയുടെ കൂടെ തന്നെ നമ്മൾ ഗെയിനീച്ചയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടി ഒന്ന് അടച്ച് വൃത്തിയാക്കി നമുക്ക് ശരിക്കും മെഴുകും തേച്ചിട്ട് നമുക്ക് കൊണ്ടുവെക്കാം. ഇങ്ങനെ നമ്മൾ എത്ര നല്ല പെർഫെക്റ്റ് പെട്ടിയാണെങ്കിലും നമ്മൾ ഒന്ന് ശരിക്കും ഒന്ന് ഞെക്കിയിട്ട് മെഴുക് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. എത്ര നല്ല പെട്ടി നല്ല രീതിയിലുള്ള വിടവില്ലെങ്കിൽ പോലും നമ്മൾ പെട്ടി അടച്ച് കഴിയുമ്പോൾ പുറത്തുനിന്നൊരു വെളിച്ചം വരുന്നതായിട്ട് അകത്ത് ഈച്ചയ്ക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വെളിച്ചം വരാതിരിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് ഇതുപോലെ മെഴുക് തേച്ച് അടയ്ക്കുന്നത്. സാധാരണ നമ്മൾ മാസ്കിൻ്റെ ഒക്കെ ഒട്ടിക്കാറുണ്ട്. അത് വെള്ള കളറായതുകൊണ്ട് അതിനകത്തോട്ട് വെളിച്ചം വരും. പക്ഷേ ഇതുപോലെ നമ്മൾ മെഴുകും കൂടെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പിന്നീട് നല്ല സെറ്റപ്പായിട്ട് പെട്ടി നല്ല തണുപ്പും ചൂടും എല്ലാം വരുമ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ട് ഇരുന്നോളും. പിന്നീട് നമ്മൾ അടുത്ത പ്രാവശ്യം തുറക്കുമ്പോൾ ആണെങ്കിലും ആ പെട്ടി നല്ല സെറ്റായിരിക്കും. പലക എപ്പോഴും സെറ്റായിരിക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന മെഴുക് എടുക്കുന്ന മെഴുകുകൾ നമ്മൾ വളരെ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കണം. അതിനകത്ത് പൂമ്പൊടിയൊക്കെ പൈപ്പ് തുറന്ന് വിട്ട് നല്ലപോലെ ഞെക്കിപ്പിഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ പഴയ തേന ഉണ്ടെങ്കിൽ ആ പഴയ തേൻ്റെ അകത്ത് നമ്മൾ ഇട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് പിന്നീട് നമുക്ക് എടുക്കുമ്പോൾ അത് നല്ല ഫ്രഷായിട്ടിരിക്കും. അങ്ങനെ ഫ്രഷായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് എടുത്ത് വെക്കാം. ഇനി നമുക്ക് ഈ തേനീച്ചനെ നേരത്തെ അവിടെയായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അവിടെ കൊണ്ടുവച്ചു. ഇപ്പോൾ ആ തേനീച്ചകളെല്ലാം കയറുന്ന കാണാം. നിങ്ങൾ തുറക്കുന്ന സമയത്ത് വിചാരിച്ച് കാണും ഇതിൻ്റെ അകത്ത് തേനീച്ചകളൊന്നും ഇല്ലെന്ന്. ആ തേനീച്ച നമ്മൾ തുറന്നപ്പം അത് പറന്നു പോയി. നമ്മൾ മുറിക്കുന്ന സമയത്തൊക്കെ ആ തേനീച്ച പറന്നു പോയാണ്. ആ തേനീച്ചകളെല്ലാം ഇപ്പോൾ ഇതിനകത്തോട്ട് വന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം സെറ്റ് വിജയിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള തേന് നമുക്ക് എടുത്ത് നീക്കം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്കിതുപോലെ ഒരു ആയുധം ഉണ്ടെങ്കിൽ നമുക്ക് തേന് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ സാധിക്കും. ഇത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആയുധമാണ്. ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇത് അയച്ചു തരുന്നതാണ്. ഞാൻ ധാരാളം പേർക്ക് ഇതുപോലെ അയച്ചു കൊടുത്തിട്ടുമുണ്ട്. അപ്പം ഇതുപോലെ ആയുധം നമുക്ക് അയച്ചു തരാൻ സാധിക്കും. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കോരിയെടുത്ത് നമുക്ക് ഇതിനകത്തിടാം. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആയുധത്തിന് വലിയ വലിപ്പം തോന്നും. പക്ഷേ അധികം വലിപ്പമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് തേനെടുക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെ നമ്മൾ തേനെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തരും. അതുപോലെ ഇതിൻ്റെ സൈഡ് എൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ സൈഡിലുള്ള ഭാഗങ്ങളും നമുക്ക് കോരി എടുക്കാം. അപ്പോൾ തേൻ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. മാത്രമല്ല ബാക്കിയുള്ളത് വടിച്ചിടാനും നമുക്ക് വേഗം സാധിക്കും. നമ്മൾ മറ്റ് സ്പൂണുകളെക്കാളും വേഗത്തിൽ നമുക്ക് കഴിയും. അതുപോലെ പൂമ്പൊടി നമ്മൾ ഒരു കാരണവശാലും തേനകത്ത് ഇടരുത്. കാരണം അത് പൂമ്പൊടി ഉരുകിയിട്ട് നമുക്ക് തേനകത്തേക്ക് വരുമ്പോൾ പിന്നീട് നമ്മൾ തേൻ ഊറി വരുമ്പോഴത്തേക്ക് അതിന് മുകളിൽ വരും. അപ്പോൾ അത് പിന്നീട് നമുക്ക് തേൻ കേടാകുന്നതിന് കാരണമാകും. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി പൂമ്പൊടി വിട്ടുണ്ട്. അതങ്ങ് എടുത്ത് കളയാണ്. കാരണം നമുക്ക് തേൻ്റെ അകത്ത് പൂമ്പൊടിയുടെ ആവശ്യമില്ല. പല ആൾക്കാരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തേൻ്റെ അകത്തൊക്കെ പൂമ്പൊടിയൊക്കെ ഇടുന്നത്. അങ്ങനെ തേൻ്റെ അകത്ത് ഒരു കാരണവശാലും പൂമ്പൊടി ഇടണം. നമുക്ക് തേൻ്റെ അകത്ത് തേൻ മാത്രം മതി. എന്നാൽ മാത്രമേ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തേന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ പിന്നീട് നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ വൃത്തിയാക്കി എടുക്കണം. കാരണം സ്പോഞ്ച് ഉപയോഗിച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഈച്ചക്കുഞ്ഞുങ്ങളൊന്നും ചാകത്തില്ല. മാത്രമല്ല വൃത്തിക്ക് അവിടെ ഇരുന്നോളൂ. നമ്മൾ തേനെടുത്താണ് പോലും തോന്നാതിരിക്കും. അപ്പോൾ സ്പോഞ്ച് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ തേൻ നമുക്ക് സ്പോഞ്ചിലേക്ക് വരും. അത് നമുക്ക് പിന്നീട് ഉണക്കി വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്കിതിനെ ഒന്ന് കെണിക്കൂടായിട്ട് വെക്കാം. അപ്പോൾ കെണിക്കൂടായിട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള നമ്മൾ അടച്ച ഹോൾസുകളെല്ലാം തന്നെ ഇതുപോലെ മെഴുക് ഉപയോഗിച്ച് തന്നെ നമുക്ക് ശരിക്കും അടച്ചു കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മെഴുകാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അടച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അടച്ചു വെച്ച് കൊടുത്തു കഴിയുമ്പോൾ മെഴുകിൻ്റെ മണവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിൽ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എവിടെയെങ്കിലും ഈച്ചയുള്ള സ്ഥലങ്ങളിൽ വയ്ക്കുകയാണെങ്കിൽ മറ്റൊരു ഈച്ച പാറി ഇതിനകത്ത് വന്ന് പെട്ടെന്ന് സെറ്റായി കിട്ടും. നമുക്ക് കെണിക്കൂടായിട്ട് വെക്കേണ്ടതില്ല. ഇതവിടെയെങ്കിലും കെട്ടിത്തൂക്കിയിട്ടാൽ മതി. നമുക്കിതുപോലെ ചിരട്ട ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ എൻട്രൻസ് അതായത് വാഹഭാഗം നമുക്ക് അടച്ചു കൊടുക്കാം. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് സെറ്റാകണം കേട്ടോ. ഇപ്പോൾ ചിരട്ട ഉപയോഗിച്ച് അതിനകത്തോട്ട് അടച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ഭാഗത്ത് നമുക്ക് ശരിക്കും മെഴുകെല്ലാം തൂത്ത് നമുക്ക് ഇതിനെ സെറ്റപ്പായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഇതിനകത്ത് യാതൊരുവിധ ഓൾസും കാര്യങ്ങളൊന്നുമില്ല. ഇനി എൻട്രൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ചിരട്ടയുടെ കണ്ണൻ ചിരട്ടയാണ്. കണ്ണൻ ചിരട്ടയുടെ അവിടെ നമ്മൾ ഒരു വായും വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഇനി നമുക്ക് ബാക്കി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇതുപോലെ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ചുറ്റി കൊടുക്കാം. ഞാനിത് മെഷീനിലിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ടേപ്പ് പൊട്ടത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചുറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ താല്പര്യമുള്ള ഇതുപോലെ മെഷീൻ നമുക്ക്
മേടിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചുറ്റിയെടുക്കാൻ സാധിക്കും. ഇതിന് അധികം പൈസയൊന്നുമില്ല, ഏതാണ്ട് 250 രൂപ വിലയെ ഈ മെഷീന് വരുന്നുള്ളൂ. ഞാൻ പാക്കിംഗ് എങ്ങനെ ചെയ്യാം എന്ന ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തിൻ്റെ മെഷീൻ്റെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതേ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഷീൻ പോയി വാങ്ങാവുന്നതാണ്. പായ്ക്കാൻ അറിയത്തില്ലാത്തവർ എൻ്റെ പാക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് മറ്റ് തേനീച്ചപ്പെട്ടിയൊക്കെ നമുക്ക് കൊറിയറായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. എനിക്കും ആദ്യ കാലങ്ങളൊന്നും അധികം പാക്ക് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. പിന്നീട് ഞാൻ ശരിക്കും പഠിച്ചത്. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ടേപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഇനി ഈ ടേപ്പ് ചിലപ്പോൾ വിട്ടു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ധാരാളം പൊടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനൊന്ന് തിരിച്ചൊന്ന് ചുറ്റി കൊടുക്കാം. അങ്ങനെ തിരിച്ച് ചുറ്റി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തിക്ക് പിന്നെ അത് അവിടെ ഇരുന്നോളും. ഇങ്ങനെ തിരിച്ച് നമുക്ക് ചുറ്റി കൊടുക്കാം. ശരിക്കും ടൈറ്റായിരുന്നു. മാത്രമല്ല ചേട്ടഭാഗങ്ങളൊന്നും നമ്മുടെ മെഴുക് ഉള്ള ഭാഗമൊന്നും മറ്റ് ഉറുമ്പോ കാര്യങ്ങളൊന്നും കയറാതെ സംരക്ഷണം നൽകിക്കൊള്ളും. ഇപ്പോൾ നമ്മളുടെ പരിപാടി ഏകദേശം തീർന്നിരിക്കുകയാണ്. ഇത് ചുറ്റി നല്ല വൃത്തിയാക്കിയാണ്. ഇനി നമുക്കിത് എവിടെയെങ്കിലും കെണിക്കൂടായിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും. നമസ്കാരം.